നടക്കുമ്പോഴുള്ള കിതപ്പ് പല ആളുകൾക്കും ഉള്ളതാണ്. എന്നാൽ ഏതൊക്കെ കിതപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും സീരിയസ് ആയിട്ടുള്ള കിതപ്പ് എങ്ങനെ തിരിച്ചറിയാം, കിതപ്പിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെ, ഏത് തരം ആളുകളാണ് കിതപ്പിനായിട്ട് ഡോക്ടറെ കാണിക്കേണ്ടത്, കിതപ്പ് എമർജൻസി ആയിട്ട് കാണിക്കേണ്ടി വരുന്ന സാഹചര്യം എപ്പോഴാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സത്യത്തിൽ കിതപ്പ് വരുന്നത് നെഞ്ചിൽ നിന്നോ ശ്വാസകോശത്തിൽ നിന്നോ അല്ല, അത് തലച്ചോറിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിലെ മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ തലച്ചോറ് നമ്മുടെ ശരീരത്തിനോടൊന്ന് സ്ലോ ആവാൻ വേണ്ടിയിട്ട് പറയാണ്, നിൽക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതാണ് കിതപ്പായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ഇതിന് കാരണം തലച്ചോറ് ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ്, കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, ശ്വാസത്തിന് ഉപയോഗിക്കുന്ന മസിൽസിന്റെ പ്രവർത്തനം ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 4 കാരണങ്ങൾ കൊണ്ട് കിതപ്പ് അനുഭവപ്പെടാം. ഒന്നാമത്തത് ശരീരഭാരം അമിതമായിട്ട് കൂടുതലുള്ളവർക്ക്. ഇവിടെ ഹൃദയത്തിന് കൂടുതലായിട്ടും ശരീരത്തിലെ കോശങ്ങൾക്ക് പമ്പ് ചെയ്യേണ്ടി വരികയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരുടെ മാംസപേശികൾക്ക് കൂടുതൽ ഓക്സിജനും ആവശ്യമായിട്ട് വരികയാണ്. ഇത് പലപ്പോഴും കിതപ്പിലേക്ക് നയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുന്നത് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ കൊണ്ടുപോകാനുള്ള രക്തത്തിന്റെ കപ്പാസിറ്റി കുറയുകയാണ്. ഇതാണ് വിളർച്ച അഥവാ അനീമിയ. മൂന്നാമത്തെ പ്രധാന കാരണം നമ്മൾ ശ്വസിക്കുന്ന എയറിൽ നിന്നും ഓക്സിജൻ വേണ്ടത്ര ശരീരത്തിന് കിട്ടാതെ വരുന്ന അവസ്ഥ. ഹൃദയം നോർമൽ ആണെങ്കിൽ പോലും ആളുകൾ കിതയ്ക്കുകയാണ്. ഇത് പ്രധാനമായിട്ടും ആസ്മയുള്ളവർക്ക്, സ്ഥിരമായിട്ട് കഫക്കെട്ടുള്ള വ്യക്തികൾക്ക്, ശ്വാസകോശം വികസിച്ച് നിൽക്കുന്ന എംഫിസീമയുള്ളവർക്ക്, അതുപോലെ ന്യൂമോണിയ ഉള്ളവർക്ക്. നാലാമത്തെ കാരണം ഹൃദയത്തിന് തന്നെ ആവശ്യത്തിന് ഹാർട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, അതല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവുന്ന സാഹചര്യം, അതുമല്ലെങ്കിൽ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ താളം തെറ്റിൽ സംഭവിക്കുക, BP കൂടി നിൽക്കുക. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഹൃദയത്തിന്റെ സ്ട്രെയിൻ കാരണം ആൾക്ക് കിതപ്പ് അനുഭവപ്പെടുകയാണ്. ഇനി കിതപ്പ് ഗൗരവമുള്ളതാണോ അല്ലയോ എന്നുള്ളത് സ്വയം എങ്ങനെ തിരിച്ചറിയാം? ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റെയർ ടെസ്റ്റ്. ഇത് 4 രീതിയിലുള്ള റിസൾട്ട് തരും. നമ്മളിൽ ആർക്കെങ്കിലും ബിൽഡിങ്ങിന്റെ 2ഓ അതിലധികമോ നിലകൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൂളായിട്ട് ഏണിപ്പടികൾ കയറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ്ലി നോർമൽ ഹെൽത്ത് ആണ്. ഇനി ഒരു നില കയറി കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു നില പോലും സുഖമായിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ വരിക, നല്ല കിതപ്പ് അനുഭവപ്പെടുക, അതല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥത വരിക. എമർജൻസി ആയിട്ട് എപ്പോഴാണ് കാണിക്കേണ്ടി വരിക? പ്രധാനമായിട്ടും 1ഓ 2ഓ സ്റ്റെപ്പ് വെക്കുമ്പോഴേക്ക് തന്നെ അതിഭയങ്കരമായ കിതപ്പ് വരിക, അതിന്റെ കൂടെ നെഞ്ചിലൊരു പ്രഷർ അനുഭവപ്പെടുക, നെഞ്ചിടിപ്പ് കൂടുക, വിയർക്കുക, തളരുക, സംസാരിക്കാൻ പറ്റാതെ വരിക. ഇനി മറ്റൊരു ടെസ്റ്റാണ് സ്റ്റെയർ കൗണ്ടിങ് ടെസ്റ്റ്. നമ്മൾ കോണി കയറുന്ന സമയത്ത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എണ്ണുക അല്ലെങ്കിൽ സംസാരിക്കുക. ഏതൊരാൾക്കും സംസാരിച്ചുകൊണ്ടോ എണ്ണിക്കൊണ്ടോ കയറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. അതല്ല, സ്റ്റെപ്പ് നടന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ 2ഓ 3ഓ നമ്പറുകൾ പോലും എണ്ണാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം.